നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭയാനകമായ ഒരു യുദ്ധമുഖത്തേക്ക് പശ്ചിമേഷ്യൻ നീങ്ങുകയാണ്. ഇന്ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ അപ്രതീക്ഷിതമായ ഒരു വലിയ സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ എപിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ യുദ്ധം ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചതനുസരിച്ച് ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ ഒഴിവാക്കാൻ നടത്തിയ ഒരു മുൻകരുതൽ ആക്രമണമാണിത്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിൽ, പ്രത്യേകിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയ ഓഫീസിന് സമീപം വൻ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഖമേനിയ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സൂചനകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനതയെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ ഇറാനിൽ വലിയ രീതിയിലുള്ള സൈനിക നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ നാവികസേനയും മിസൈൽ നിർമ്മാണശാലകളെയും തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇറാൻ ശക്തമായ തിരിച്ചടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ മിസൈലുകൾ പതിക്കുന്നതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവ തടയാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലിലും ഇറാനിലും വ്യോമപാതകൾ അടച്ചിട്ടുണ്ട്. ജനങ്ങളോട് ബങ്കറുകൾക്ക് സമീപം ഇരിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്നും സുരക്ഷിതമായി ഇരിക്കണമെന്നും എംബസി അറിയിച്ചിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭീതിയിലാണ് ലോകം. ഇത് വിപണികളെയും ബാധിക്കുമെന്നതിൽ സംശയമില്ല. ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റം തന്നെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. യുദ്ധം തുടങ്ങിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $71 കടന്നിട്ടുണ്ട്. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് $91 വരെ ഉയർന്നേക്കാമെന്നാണ് ബ്ലൂംബർഗ് മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചാൽ എണ്ണവില നിയന്ത്രണാതീതമായി കുതിച്ചുയരും. ഇത് ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. യുദ്ധവാർത്തകൾ ഇന്ത്യൻ വിപണിയിൽ വലിയ ഇടിവിനാണ് കാരണമാകുന്നത്. വെള്ളിയാഴ്ച മാത്രം സെൻസെക്സ് 961 പോയിന്റും നിഫ്റ്റി 318 പോയിന്റും ഇടിഞ്ഞിട്ടുണ്ട്. നിക്ഷേപകർക്ക് ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് വെള്ളിയാഴ്ച മാത്രം ഉണ്ടായിരിക്കുന്നത്. യുദ്ധഭീതി കാരണം വിദേശ നിക്ഷേപകർ വിപണികളിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും റെക്കോർഡ് താഴ്ചയിലേക്ക് നീങ്ങിയൊരു സാഹചര്യമാണ് കാണുന്നത്. ഇത് ഇറക്കുമതി ചെലവ് കൂട്ടുകയും രാജ്യത്തെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. തിങ്കളാഴ്ച വിപണി തുറക്കുമ്പോൾ സ്വർണത്തിലും വെള്ളിയിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വിപണിയുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി സൂചിക 200 EMA നിലവാരത്തിന് താഴേക്ക് ഇറങ്ങിയതായി SBI സെക്യൂരിറ്റീസ് ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് വിഭാഗം മേധാവി സുദീപ് ഷാ പറഞ്ഞിരുന്നു. ഇത് കരടികൾ മേധാവിത്വം പ്രകടമാക്കുന്ന സൂചനയാണിത്. ദൗർബല്യം തുടരുകയാണെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് സൂചിക 25,000 സോൺ റീടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിഫ്റ്റി സൂചികയിൽ 25,030, 25,000 നിലവാരത്തിൽ പിന്തുണയുണ്ട് എന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. 25,000 ലെവലിലെ പിന്തുണ നഷ്ടപ്പെടുകയാണെങ്കിൽ സൂചിക 24,800 വരെ താഴാം. ഉയർന്ന നിലകളിൽ 25,350, 25,380 സോൺ പ്രതിരോധമാണ് എന്നും വിലയിരുത്തുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കും. എന്നാൽ മറുഭാഗത്ത് ക്രൂഡ് ഓയിൽ വിലക്കയറ്റം നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുന്നത് കാരണം പെയിന്റ്, ടയർ കമ്പനികളുടെ ഓഹരികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കൂടാതെ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം നിലനിൽക്കുന്നത് IT മേഖലയിലെ വരുമാനത്തെയും വളർച്ചയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അദാനി പോർട്സ് ശ്രദ്ധിക്കാവുന്നതാണ്. ഇസ്രായേൽ ഹൈഫ തുറമുഖം കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സൺ ഫാർമസ്യൂട്ടിക്കലാണ് അടുത്തൊരു ഓഹരി. ഇസ്രായേൽ ആസ്ഥാനമായ ടാറോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ സൺ ഫാർമയ്ക്ക് വലിയ ഓഹരി പങ്കാളിത്തമുണ്ട്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ് മറ്റൊരു ഓഹരി. ഇസ്രായേലിലെ ഫാർമ ബിസിനസ്സുമായി കമ്പനിക്ക് പരോക്ഷമായ ബന്ധങ്ങളുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് ഇസ്രായേൽ IT ആൻഡ് കൺസൾട്ടിംഗ് സർവീസ് ബിസിനസ് ഉണ്ട്. കല്യാൺ ജ്വല്ലേഴ്സും നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്, കാരണം കമ്പനിക്ക് ഇസ്രായേൽ ബിസിനസ് സാന്നിധ്യമുണ്ട്. ടൈറ്റനും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്, കാരണം ഇസ്രായേൽ വിപണിയിലടക്കം ഗ്ലോബൽ മാർക്കറ്റിൽ ലക്ഷറി പ്രൊഡക്റ്റുകൾക്ക് ബിസിനസ് ഉണ്ട്. വിപ്രോ ഓഹരി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ടെക് ആൻഡ് ഡിഫൻസ് അനുബന്ധ സേവനങ്ങൾ ഇസ്രായേൽ നൽകുന്നുണ്ട്. ഇനി ഇൻഫോസിസും ശ്രദ്ധിക്കാവുന്നതാണ്, കാരണം ഇൻഫോസിസിനെ സംബന്ധിച്ച് ഇസ്രായേൽ IT അനുബന്ധ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്.
SBI ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇസ്രായേൽ അടക്കം ഇന്റർനാഷണൽ ബാങ്കിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ലാർസൻ ആൻഡ് ട്യൂബ്രോ ശ്രദ്ധിക്കാവുന്നതാണ്. ഇസ്രായേൽ കമ്പനികളുമായി എഞ്ചിനീയറിംഗ് ഡിഫൻസ് പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് കമ്പനി സഹകരിക്കുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിഫൻസ് ഓഹരികൾക്ക് പൊതുവെ ഡിമാൻഡ് വർദ്ധിക്കാറുണ്ട്. ഇത്തരത്തിൽ ശ്രദ്ധ പുലർത്താമെന്ന് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ചില ഓഹരികൾ കൂടിയുണ്ട്. അത് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ്, മിശ്രധാതു നിഗം, ഭാരത് ഫോർജ്, BEML, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്നിവയൊക്കെയാണ് ശ്രദ്ധിക്കാവുന്നത്. Yeah.